ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി വഅലാ അസ്വാജിഹി വഅലാ ദുർരിയ്യാതിഹി വഅലാ സയ്യിദത്തിനാ ഉമ്മിൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹ. പ്രിയമുള്ളവരെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ആമുഖത്തിൻ്റെ തുടർച്ചയെന്നോണം അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ എന്തിന് നിസ്കരിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു മറുപടിയാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷമുണ്ടാകാൻ വേണ്ടി, വിഷമങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നിസ്കാരം. ഇന്ന് നമ്മൾ അതിൻ്റെ മറ്റൊരു മറുപടിയിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ എന്തിന് നിസ്കരിക്കുന്നു? നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ മഹത്തായൊരു ആയത്തുണ്ട്, സുപ്രസിദ്ധമായ ആയത്ത്, സൂറത്തു തൂറിൽ 56-ാമത്തെ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യ വിഭാഗത്തെയും ജിന്ന് വിഭാഗത്തെയും, അങ്ങനെ ഒരു വിഭാഗമുണ്ട് ഈ ഭൂമിയിൽ, നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു വിഭാഗം, ആ വിഭാഗത്തെയും മനുഷ്യ വിഭാഗമായ നമ്മളെയും അള്ളാഹു പഠിച്ചത് അവന് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നമ്മുടെ ആകെ ഇവിടെയുള്ള പണി അള്ളാഹുവിനിക്ക് ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്. നമ്മൾ ചെയ്യുന്നു, പക്ഷെ അള്ളാഹു അതെല്ലാം തരണം. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അള്ളാഹുവിനിക്ക് മുഴു സമയവും ഇബാദത്തിൽ മുഴുകുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, നമ്മൾ നിസ്കാരം നിർവഹിച്ചത് കൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇബാദത്ത് മുഴുവൻ നമ്മൾ വീട്ടിൽ വരിക എന്നൊരു ചോദ്യം. വേറെയും ഇബാദത്തുകളുണ്ടല്ലോ, വേറെയും ഇബാദത്തുകളുണ്ട്. നിസ്കാരത്തിന് പുറമെ സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, അങ്ങനെ ധാരാളം ഇബാദത്തുകൾ കാണാൻ സാധിക്കും. എന്നാൽ അത്തരം മറ്റു ഇബാദത്തുകളെ പോലെയല്ല നിസ്കാരം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 2-3 നമുക്ക് എടുത്തു നോക്കാം. നമ്മളെല്ലാവരും ചെറുപ്പത്തിലെ ഇസ്ലാം കാര്യം 5 എന്ന് പഠിച്ചിട്ട് രണ്ടാമത്തതാണല്ലോ നമ്മൾ നിസ്കാരം പറയുന്നത്. മൂന്നാമത്തത് എടുത്തു നോക്കൂ. രണ്ടാമത്തത് 5 വഖത്ത് നിസ്കാരമാണ്. മൂന്നാമത്തത് സക്കാത്ത്. ഈ സക്കാത്ത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. നിസ്കാരം ദിവസത്തിൽ 5 തവണ. ഇനി നോമ്പെടുത്തു നോക്കൂ. ഫർളായ നോമ്പ് വർഷത്തിൽ 1 തവണയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഫർളായ ഹജ്ജ് നോക്കൂ, ജീവിതത്തിൽ 1 തവണയാണ് നമുക്ക് ചെയ്യേണ്ടത്. മാത്രമല്ല, ഈ സക്കാത്താണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും അതിന് കഴിവുള്ളവർ മാത്രം ചെയ്താൽ മതി. എന്നാൽ നിസ്കാരം അങ്ങനെയല്ല, എല്ലാവരും ചെയ്യണം, കഴിവിനനുസരിച്ച് ചെയ്യണമെന്ന് മാത്രം. സക്കാത്ത് കൊടുക്കാൻ സാമ്പത്തികമായി കഴിവുള്ളവർ മാത്രം കൊടുത്താൽ മതി. നോമ്പ് ആരോഗ്യപരമായി നോമ്പ് നോൽക്കാൻ താക്കത്തുള്ളവർ, കഴിവുള്ളവർ മാത്രം നോറ്റാൽ മതി. ഹജ്ജിന് സാമ്പത്തികമായി കഴിവ് വേണം, ശാരീരികമായ കഴിവ് വേണം, മക്കയിലേക്ക് എത്താനുള്ള യാത്രാ സൗകര്യം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്. അപ്പൊ അതിനൊക്കെ കഴിവും വേണം. എന്നാൽ മനുഷ്യനാകുന്ന കാലത്തോളം അവന് നിസ്കാരം നിർബന്ധമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞ ബുദ്ധിയുള്ള, വിശേഷ ബുദ്ധിയുള്ള ജീവി എന്നാണല്ലോ. ആ ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊള്ളണം. ഒരു മനുഷ്യൻ നിർബന്ധമായി നിസ്കാരം നിർവഹിച്ചു കൊള്ളണം. അപ്പോഴും നമ്മുടെ സംശയം ബാക്കിയാണ്. ഇനി ഒരു മനുഷ്യൻ 5 വക്ത് ദിവസവും 5 വക്ത് നിസ്കരിച്ചു എന്ന് വെക്കുക, എന്നാലും എങ്ങനെയാണ് നിസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാവുന്നത്? 5 വക്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് മറുപടിയായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ മിഅ്റാജിന്റെ ആ രാവിലെ ആ ഇസ്രാ മിഅ്റാജ് യാത്രയിലേക്ക് നിങ്ങൾ വരിക. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോവുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശങ്ങളും കടന്ന് അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തി. അള്ളാഹുവിൽ നിന്ന് മഹത്തായ സമ്മാനമാകുന്ന നിസ്കാരം സ്വീകരിച്ച് മടങ്ങുന്ന ആ രംഗം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. 50 വഖത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർണയിച്ചു കൊടുക്കുന്നത്. ഈ 50 വഖത്ത് എന്ന സന്തോഷ സമ്മാനവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു മടങ്ങുമ്പോൾ 6-ാം ആകാശത്തിലെത്തിയപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത്, നിങ്ങൾ റബ്ബിനോടൊന്ന് ചുരുക്കി തരാൻ വേണ്ടി പറയണം എന്ന്.
അപ്പൊ 50 വക്താണ് നമുക്ക് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു തന്നിട്ടുള്ളത്. 50 വക്ത് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 50 വക്ത് നിസ്കരിക്കണമെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു മിനിമം 6 മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം, ഉറങ്ങാൻ വേണ്ടി മാറ്റിവെക്കാം. 6 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി മാറ്റിവെച്ചാൽ ബാക്കി 18 മണിക്കൂർ നമ്മൾ ഈ നിസ്കാരത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണെങ്കിൽ അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ 20 മിനിറ്റിലും നമുക്ക് ഓരോ വക്ത് നിസ്കാരം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോ 20 മിനിറ്റിലും നമുക്ക് ഓരോ വക്ത് നിസ്കാരം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ബാങ്ക് കൊടുത്ത് നമ്മളൊന്ന് വുളു എടുത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി അതിൻ്റെ മുമ്പുള്ള സുന്നത്തും ഫർദ് നിസ്കാരവും ശേഷമുള്ള സുന്നത്തും നിസ്കരിച്ച് അതിൻ്റെ അത്യാവശ്യ ദിക്ർ ചെല്ലുമ്പോൾ എന്തായാലും നമുക്ക് 20 മിനിറ്റ് തികയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു 50 വക്ത് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ഈ 6 മണിക്കൂർ ഉറങ്ങുന്ന സമയം അല്ലാത്ത സമയം മൊത്തം നമ്മൾ നിസ്കരിക്കേണ്ടി വരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, നബിയെ തിരിച്ചു പോകണം, അള്ളാഹുവിനോടൊന്ന് ചുരുക്കി തരാൻ വേണ്ടി പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നു. 9 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം 5 വക്തായി ചുരുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, 5 വക്തായി ചുരുങ്ങുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 5 വക്ത് നിസ്കരിച്ചാൽ മതി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വക്തേ കുറച്ചിട്ടുള്ളൂ, അതിൻ്റെ കൂലി കുറച്ചിട്ടില്ല. നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുക, നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന കൂലി എന്താണ്? സൂറത്തുൽ ബഖറയിൽ 185-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ 5 കണക്കാക്കിയിട്ടുള്ളത്. ആദ്യം 50 കൊടുത്ത് പിന്നെ അത് 5 ആക്കുമെന്ന് അള്ളാഹുവിന് അറിയാം. എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി? നമ്മൾ നിസ്കരിക്കുന്ന 5 വക്തിന് 50 വക്തിൻ്റെ കൂലി അള്ളാഹു ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇസ്രാ മിറാജിന്റെ ദീർഘമായ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫനൂദിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വക്ത് നിസ്കാരമാക്കി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങുന്ന സമയത്ത് ഒരു വിളിയാളം കേട്ടു, ഇന്നി ഖദ് അംലൈതു ഫരീളതി, ഞാൻ എൻ്റെ ഫർള് നിസ്കാരം ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നു. വഖഫഫ്തു അൻ ഇബാദി, എൻ്റെ അടിമകൾക്ക് ഞാൻ അത് ചുരുക്കി കൊടുത്തിരിക്കുന്നു. വഖഫഫ്തു അൻ ഇബാദി വഅജ്സിൽ ഹസനത 10 ലികുല്ലി സ്വലാത്തിൻ 10. എന്നാൽ അവർക്ക് 5 വക്തിൻ്റെ കൂലിയല്ല കൊടുക്കുന്നത്, ഓരോ വക്തിനും 10 ഇരട്ടി കൂലി ഞാൻ കൊടുക്കുന്നു, 50 ഇരട്ടി കൂലി ഞാൻ കൊടുക്കും. അതായത് 5 വക്ത് നിങ്ങൾ നിസ്കരിച്ചാൽ തന്നെ ഞാൻ ആദ്യം നിർബന്ധമാക്കിയ 50 വക്തിൻ്റെ കൂലി നിങ്ങൾക്ക് നൽകും. സൂറത്ത് അൻആമിൽ ഇതേപോലെയുള്ള ഒരു ആശയമുള്ള ആയത്ത് കാണാം, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു 10 അംസാലിഹ. ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടിയാണ് കൂലി. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹാ. ഒരാൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ മാത്രമാണ് കൊടുക്കുന്നത്, ഇരട്ടി ശിക്ഷ കൊടുക്കുന്നില്ല. 50 വക്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും 50 വക്ത് അത് ആഗ്രഹമുള്ളവർ നിസ്കാരത്തിൻ്റെ ആസ്വാദനം ആസ്വദിച്ച ആളുകൾക്ക് 50 വക്ത് ഒരു വിഷയമല്ല. പക്ഷേ ഈ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആ നിസ്കരിച്ച് തുടങ്ങണമെങ്കിൽ ഈ 50 വക്ത് അവർക്ക് ഒരു പ്രയാസമായി മാറും എന്ന് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും ചെന്ന് നമുക്കത് 5 വക്താക്കി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നു. അത് ഈ ഉമ്മത്തിനോടുള്ള മഹബത്താണ്, ഉമ്മത്തിനോടുള്ള കൃപയാണ്. ഈ ഉമ്മത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് 50 വക്തിൻ്റെ കൂലി നമുക്ക് വേണ്ടി നേടിത്തന്ന, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് നമ്മോടുള്ള മഹബത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ, ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി പറയാണ്, ഒരിക്കൽ ലമ്മാ റഅയ്തു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീബ നഫ്സിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ വളരെയധികം സന്തോഷവാനായി ഞാൻ ഒരിക്കൽ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, അള്ളാഹുവിൻ്റെ ഹബീബിനെ വളരെ സന്തോഷവാനായ രൂപത്തിൽ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റിയ സന്ദർഭമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വേഗം ചെന്നിട്ട്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി ഒന്ന് തങ്ങൾ ദ്വാരിക്കുമോ എന്ന് ആ സന്തോഷ നിമിഷത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു.
ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. എന്തൊരു ദുആ! സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവേ ആയിഷക്ക് നീ പൊറുക്കണേ, മുമ്പ് ചെയ്ത ദോഷങ്ങളും പിന്തി ചെയ്ത ദോഷങ്ങളും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതുമായ എല്ലാ തെറ്റുകളും ആയിഷക്ക് നീ പൊറുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദ്വാരക്കാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു ദുആ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അങ്ങനത്തെ ഒരു ദുആ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണപ്പെട്ടതിന് ശേഷം നമുക്ക് നേടാനുള്ള എല്ലാ ദർജകൾക്കും അതൊരു കാരണമായി എന്നാണ്. നാളെ സ്വർഗീയ പദവികൾക്ക് നമുക്ക് തടസ്സമാകുന്നത് നമ്മുടെ ദോഷങ്ങളാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാകുന്നത് നമ്മുടെ ദോഷങ്ങളാണ്. ഖബറിൽ പ്രയാസപ്പെടുന്നതിന്, മഹ്ശറിൽ പ്രയാസപ്പെടുന്നത് എല്ലാത്തിനും തടസ്സമാകുന്നത് നമ്മുടെ പാപങ്ങളാണ്. അത് മുഴുവനും പുറത്തു കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ സന്തോഷമില്ലല്ലോ. നമുക്കൊക്കെ അങ്ങനെ ഒരു ദുആ കിട്ടിയാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ആ ദുആ കിട്ടിയപ്പോൾ ആയിഷ ബീവി എന്ത് ചെയ്തെന്നറിയോ? ഫളഹികത് ആയിഷത്തു ഹത്താ സഖത റഅസുഹാ ഫീ ഹുജ്രിഹാ മിനൽ ളഹ്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ച് 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 തല അങ്ങോട്ട് താഴേക്ക് പോയിട്ട് തല മടിയിൽ തട്ടുന്നത് വരെ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല ചിരിച്ചു അത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അത്രയും നല്ല ദുആ അങ്ങോട്ട് കേട്ടപ്പോൾ ആയിഷ ബീവിക്ക് വരാനുള്ള സന്തോഷം കൊണ്ട് മനസ്സിലാക്കിയിട്ട് ചിരിച്ചുപോയി. ഈ ചിരി കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അയസുറുക്കി ദുആയി? ആയിഷ, എന്റെ ദുആ നിന്നെ അത്രയും സന്തോഷിപ്പിച്ചോ? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, വമാലി ലാ യസുറുനി ദുആഉക. എങ്ങനെ തങ്ങളെ അങ്ങയുടെ ദുആ എന്നെ സന്തോഷിപ്പിക്കാതിരിക്കുക? എന്തൊരു ദുആയാണ് തങ്ങൾ എനിക്ക് ചെയ്തു തന്നത്. ഇത് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറുപടി പറയുന്നുണ്ട്. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ കണ്ണുനീരോടുകൂടെ കേൾക്കേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ, ഞാൻ ഈ ദുആ ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാഹ്. അല്ലാഹുവാണേ ആയിഷ, ഞാൻ ഈ ദുആ ചെയ്ത ദുആ ഉണ്ടല്ലോ, ഇത് ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരത്തിലും ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിസ്കാരത്തിലും നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അത്രത്തോളം നമ്മോട് സ്നേഹമുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പരിശുദ്ധ ദീനിന്റെ എല്ലാ വിധികളിലും, എല്ലാ തീരുമാനങ്ങളിലും, എല്ലാ കൽപ്പനകളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോടുള്ള റഹ്മത്ത് കാണാൻ സാധിക്കും. അല്ലാഹു അവിടത്തേക്ക് നമ്മോടുള്ള മഹബത്തും റഹ്മത്തും എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആകെ 5 വക്ത് നിസ്കാരമാണ് നമുക്ക് ഫർളുള്ളൂ എങ്കിലും 50 വക്തിൻ്റെ മേനിയോടുകൂടെ ആ 5 വക്തിനെ കണ്ടുകൊണ്ട് അതിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ 5 നേരം നല്ല ഇഖ്ലാസോടുകൂടി ഖുശൂഅോടുകൂടെ നിസ്കരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.